Hi all. Today's topic Unit 2 Searching for a Job. Structure. Objectives Warm up, Reading comprehension, Creative job hunting, Vocabulary, Definitions, Listening, Speaking, Grammar, Passive form, Writing, Filling a questionnaire. Let's sum up answers. സെക്കൻഡ് യൂണിറ്റിൽ സെർച്ചിങ് ഫോർ എ ജോബ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ. അതിൻ്റെ മീനിങ് സെർച്ചിങ് ഫോർ എ ജോബ്, ഒരു ജോലിക്കായി നമ്മൾ തിരയുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്? ലക്ഷ്യങ്ങൾ, നമുക്കൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. ഒരു ജോലിക്കായി നമ്മൾ തിരയുമ്പോൾ നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ജോലി നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ആ ജോലി എന്താണ് ഏതാണ് എന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. ക്രിയേറ്റീവ് ജോബ് ഹണ്ടിങ്, വളരെ ക്രിയേറ്റീവായിട്ടുള്ള നമുക്ക് നമ്മുടേതായ ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും. അങ്ങനെയുള്ള കഴിവുകൾ നമ്മുടേതായ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് തന്നെ നമ്മൾ ജോബ് ഹണ്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ തേടി കണ്ടുപിടിക്കണം ജോലി. ഇനി പദാവലിയാണ്. അത് സെർച്ചിങ് ഫോർ എ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വേർഡ്സ് ഇതിലുണ്ട്, അതിൻ്റെ നിർവചനങ്ങളും ഉണ്ടാകും. പിന്നെ കേൾക്കലാണ്. ഒരുപാട് ജോലിയെപ്പറ്റി നമ്മൾ കേൾക്കാറില്ലേ? അപ്പം ആ സെർച്ചിങ് ഫോർ എ ജോബ്, ഒരു ജോലി തിരയുന്ന ഒരാൾ എപ്പോഴും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. വായിച്ച് ജോലികൾ കണ്ടുപിടിക്കണം. അതിപ്പോൾ ന്യൂസ് പേപ്പറിലായിരിക്കാം, അല്ലെങ്കിൽ നോട്ടീസുകളിലായിരിക്കാം, നമുക്ക് കിട്ടുന്ന എവിടെയും അങ്ങനെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി ജോലി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കേൾക്കാം. നമുക്കൊരുപാട് ജോലികൾ ഇന്നെടുത്തുണ്ട്, ഇങ്ങനെയുള്ള ജോലിയുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്. അതുപോലെ ചിലർ ജോലിയെപ്പറ്റി സംസാരിക്കും. പിന്നെ വ്യാകരണം, ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും വ്യാകരണം ചെയ്യാനുള്ള കഴിവുണ്ടാവണം. വ്യാകരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ക്രിയ, അത് നിഷ്ക്രിയ രൂപം. നമുക്ക് എന്ത് കാര്യമായാലും നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ എഴുത്ത്, നമുക്കൊരു ജോലി ആവശ്യമുണ്ട്, അപ്പോൾ നമ്മൾ എഴുതാൻ പഠിക്കണം. എഴുതാനെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചോദ്യാവലി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്കൊരു ജോലി വേണം. നമ്മളൊരു സ്കൂളിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണ്. അവർ നമുക്ക് പെട്ടെന്ന് ഒരു ഫോം തരും. അത് നമ്മൾ അത് ഒരു ചോദ്യാവലിയായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ എല്ലാ അഡ്രസ്സും ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതില്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമുക്കൊരു ചോദ്യാവലി രൂപത്തിൽ അവർ നൽകുന്നത് നമ്മൾ പൂരിപ്പിക്കാൻ പഠിക്കണം. പിന്നെ ഈ ഒരു യൂണിറ്റിൻ്റെ സ്ട്രക്ചറിൽ അതോടുകൂടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് സംഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി തിരയുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്ന രീതിയിൽ ജോലി വായിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പദാവലികൾ എന്തൊക്കെ, കേൾക്കുന്നത്, സംസാരിക്കുന്നത്, ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്, ഒരു ചോദ്യാവലി, നമുക്കൊരു ജോലി തേടുന്ന ആൾ ഏത് രീതിയിലൊരു ചോദ്യാവലി പൂരിപ്പിക്കാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൻ്റെ അവസാനത്തോടെ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ ഇത്രയും ലക്ഷ്യങ്ങളാണ് ഈ യൂണിറ്റിൻ്റെ അവസാനത്തോടെ നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പം ഇനി നമുക്ക് വീണ്ടും ഒബ്ജക്റ്റീവ്സിലോട്ട് കടക്കാം. By the end of the unit, you will have some idea about the world of jobs, know how to search for a suitable job, know how to write letters to find out about the job market, explore the internet for jobs, understand vocabulary associated with jobs. These are the main objectives of this unit. Okay, 2.1 Warm up. Are you familiar with the internet? If so, look up the internet and find at least 3 to 4 sites that will tell you about the availability of jobs. Interview any young friend who has just secured a job. Find out about his or her job. അപ്പോൾ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഈ യൂണിറ്റിൻ്റെ അവസാനത്തോടെ നിങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് സാധൂകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടുമെന്നുള്ളതാണ്. ഒന്നാമത്തേത്, ജോലിയുടെ ലോകത്തെക്കുറിച്ച്, എന്താണ് ജോലി, അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അനുയോജ്യമായ ജോലി എങ്ങനെ തിരയണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും യോജിക്കുന്ന ഓരോരോ ജോലിയുണ്ട്. അപ്പോൾ നമുക്ക് യോജിക്കുന്ന രീതിയിലുള്ള ജോലി എങ്ങനെ തിരയണം, സെർച്ച് ചെയ്യണം, എന്ത് കാര്യങ്ങളും നമ്മൾ തിരയണം അല്ലേ, അങ്ങനെ തിരയണം എന്നുള്ളത് നമുക്കറിയാം. മൂന്നാമത്തേത്, തൊഴിൽ വിപണിയെക്കുറിച്ച് അറിയാൻ നമ്മൾ കത്തുകൾ എഴുതാൻ പഠിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ജോലി അന്വേഷിച്ച് കത്തുകൾ എങ്ങനെ എഴുതും,
തൊഴിൽ വിപണിയെക്കുറിച്ച് മറ്റുള്ള നമുക്ക് ജോലി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഒരു ലെറ്ററായിട്ട് അവരെ എഴുതി അറിയിക്കാം. അപ്പോൾ അവരതിന് മറുപടി നൽകും. ആ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ ജോലികൾക്കായി നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാം. നമ്മളെല്ലാ കാര്യത്തിനും എപ്പോഴും യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വേൾഡാണ്. അപ്പം ജോലികൾക്ക് വേണ്ടി കൂടി നമ്മൾ വെറുതെ സമയം കളയരുത്. നെറ്റൊക്കെ സെർച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ജോലികൾക്ക് തിരയാൻ വേണ്ടി, സെർച്ച് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട വൊക്കാബുലറീസ് ഒരുപാടുണ്ട്, അത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? ആ ഒരു ചോദ്യത്തിന് ഇവിടെ എന്തില്ല, ശരിക്കും അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ഇൻ്റർനെറ്റ് പരിചിതമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇൻ്റർനെറ്റ് നോക്കി കുറഞ്ഞത് നമ്മൾ ഇൻ്റർനെറ്റ് നോക്കി എന്ത് എഴുതാൻ നോക്കി എന്ത് ചെയ്യാൻ കണ്ടെത്തണം? ഇൻ്റർനെറ്റ് പരിചിതരായ നമ്മൾ ഇൻ്റർനെറ്റ് നോക്കി കുറഞ്ഞത് നമുക്ക് കിട്ടേണ്ടതായ ജോലി ലഭ്യതയെക്കുറിച്ച് നമ്മളോട് പറയുന്ന 3-4 സൈറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് നമ്മൾ നോക്കുന്നു, നമുക്ക് ജോലി ലഭ്യത അറിയണമെങ്കിൽ ഏതൊക്കെ സൈറ്റാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് ഇവിടെ പരിചയപ്പെടുത്തി തരും. ജോലി ലഭിച്ച ഏതെങ്കിലും ഒരു യുവ സുഹൃത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരിയെ അല്ലെങ്കിൽ കൂട്ടുകാരനെ, അവർക്ക് ആ കമ്പനിയിലാണ് ജോലിയെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ ജോലി ഉദ്ദേശിക്കുന്നത് അവിടെയാണ് അവർക്ക് ജോലിയെങ്കിൽ, ജോലി ലഭിച്ചവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻ്റർവ്യൂ, അഭിമുഖം അവരുമായിട്ട് നടത്തുക. പിന്നെ അവളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ച് കണ്ടെത്തുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. Reading comprehension, creative job hunting. A career is a course of successive situations that make up some activity. One can have a sporting career or musical career, but most frequently career in the 21st century refers to the workplace, the series of jobs or positions by which one earns one's bread. In the relatively static societies before modernism, many workers would often inherit or take up a single lifelong positions, a place or role in the workforce, and the concept of an unfolding career had little or no meaning. With new ideas of progress and of the habits of individual self-betterment, careers became possible if not expected. Job hunting. ജോലി തിരയുന്നവരെ സംബന്ധിച്ചിടത്തോളം റീഡിംഗ് കോംപ്രിഹെൻഷൻ, വായിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിയേറ്റീവായിട്ട് വേണം ജോബ് ഹണ്ടിങ് ചെയ്യാൻ. ജോലി അന്വേഷിക്കുന്നത് വളരെ ക്രിയേറ്റീവായ രീതിയിൽ വേണം. എന്താണ് കരിയർ എന്ന് പറഞ്ഞാൽ? ചില പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മൾ എന്താണോ ചെയ്യുന്ന ആക്ടിവിറ്റി, തുടർച്ചയായ സാഹചര്യങ്ങളുടെ ഒരു കോഴ്സാണ് കരിയർ. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുമ്പം നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതാണ് നമ്മുടെ ആ ഒരു കോഴ്സാണ് കരിയർ. ചിലർക്ക് കായിക ജീവിതം അല്ലെങ്കിൽ സംഗീത ജീവിതം, പാരമ്പര്യമായിട്ട് സംഗീതം ആ ലൈഫുമായിട്ട് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് കായിക ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ അത് ചിലർ പാരമ്പര്യമായിട്ടല്ലെങ്കിൽ കൂടിയും മ്യൂസിക്കായിട്ട് ലൈഫ് കൊണ്ടുപോകുന്നവരുണ്ട്, സ്പോർട്സ് കരിയറായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം വർക്ക് പ്ലേസ്, എവിടെയാണ് ജോലി ചെയ്യുന്ന സ്ഥലം, എല്ലാവരും ആ ജോലി സ്ഥലത്തെപ്പറ്റി ചോദിക്കാറുണ്ട്, നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, പറയാറുണ്ട്. ഒന്നെങ്കിൽ ജോലികളുടെ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാനങ്ങളുടെ കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. നമ്മൾ പണ്ടേ പറയാറുണ്ട്, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാർ, ടീച്ചർമാരുടെ മക്കൾ ടീച്ചർമാർ, ബിസിനസ്സുകാരുടെ മക്കൾ ബിസിനസ്സുകാർ. അങ്ങനെ ഒരാൾ അവരെ പരമ്പരാഗതമായിട്ട് ചില സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജോലികളുടെ കാര്യങ്ങൾ പണ്ടേ വെച്ചു പുലർത്തുന്ന ചിലവരുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതം, ഉപജീവന മാർഗമായിട്ടാണ് കരിയർ ഉണ്ടാവുന്നത്. അപ്പോൾ മോഡേണിസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് താരതമ്യേന നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചലമായ ഒരവസ്ഥയാണ്. അപ്പോൾ തൊഴിലാളികൾ പലപ്പോഴും തൊഴിലാളികളുടെ മക്കൾ തൊഴിലാളികളായിട്ട് തന്നെ ചെയ്യാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്? തൊഴിലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരു ആജീവനാന്ത സ്ഥാനം, ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു റോള് നമ്മളൊരു റൈറ്റായിട്ട് ഏറ്റെടുക്കുന്നൊരവസ്ഥ. എന്നാൽ വെച്ചാൽ ബിസിനസ് ഒരിക്കലും പാരൻസ് ചെയ്യാത്തവർ മക്കൾ ചെയ്യുന്നവരുണ്ട്. അതുപോലെ പാരൻസ് ഡോക്ടേഴ്സ് അല്ലെങ്കിലും ഡോക്ടേഴ്സ് ആവുന്നവരൊക്കെ ഉണ്ട്. അപ്പം കരിയർ എന്ന കൺസെപ്റ്റിന് ഒരു കൃത്യമായ ഒരു അർത്ഥമില്ല. കാരണം ഒരുപാട് പുതിയ പുതിയ കൺസെപ്റ്റുകൾ, പുതിയ ഡെവലപ്മെൻറ്റുകൾ വ്യക്തിപരമായിട്ട് അതുപോലെ സെൽഫ് ബെറ്റർമെൻ്റ് അടിസ്ഥാനത്തിൽ ചിലരുടെ ശീലങ്ങൾ,
ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളൊക്കെ കരിയറായിട്ട് മാറുന്നുണ്ട്. അത് നമുക്കത് പ്രതീക്ഷയൊന്നും ഇല്ലാത്തവർക്ക് പോലും നല്ല കരിയർ സാധ്യമാണ് എന്നുള്ളതാണ് ഈ ഇതിൽ പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ മക്കളെ, സ്റ്റുഡൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ യൂണിറ്റിൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ മീനിങ്ങും നിങ്ങൾക്ക് പറഞ്ഞു തന്ന ശേഷമാണ് നിങ്ങളോട് വായിച്ച് മനസ്സിലാക്കി ആ താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ സെർച്ച് ചെയ്തതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയും റീഡിംഗ് കോംപ്രിഹെൻഷൻ വായിച്ച് മനസ്സിലാക്കുക എന്ന ആക്ടിവിറ്റിയാണ്. തന്നിരിക്കുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് എന്ത്? ക്രിയേറ്റീവ് ജോബ് ഹണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്തുക, ക്രിയേറ്റീവായ രീതിയിൽ ജോലി അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പം അതിനെ പറ്റിയുള്ള ബാക്കി ആ പറഞ്ഞ് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യത്തിൻ്റെ ബാക്കി ഒരു പേജും കൂടി ഉണ്ട് ഇവിടെ. അപ്പം ഇതിൻ്റെയും മലയാളം ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം നിങ്ങൾ സ്വയം എന്താക്കുക, ഇതിൻ്റെ മീനിങ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ മലയാളം പറഞ്ഞ ശേഷം നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ മലയാളത്തിൽ തന്നെ നമുക്കതിൻ്റെ ആൻസർ മനസ്സിലാവും. അപ്പം ഇതിൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല. അപ്പം ഇത് നിങ്ങൾ വളരെ നല്ല ക്ലിയറായി ഈ ഒരു പേജ് മുഴുവനും വായിച്ച് ഇതിൻ്റെ താഴെ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, 5ഓളം ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഈ പാരഗ്രാഫ് വേർഡിൽ തന്നെയുണ്ട്. ഈ തന്നിരിക്കുന്ന പാസേജിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. അത് സ്വന്തമായി കണ്ടുപിടിക്കുക. അതിന് മലയാളം മീനിങ് ആവശ്യമല്ല. നിങ്ങൾ ഈ ഇംഗ്ലീഷ് തന്നെ വായിച്ച് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി ഈ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. നിങ്ങളിത് ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് തന്നെ ഈ ഈ ഒരു പാസേജ് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഈ പാസേജ് വായിച്ച് ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബേസ്ഡ് ഓൺ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഹിയർ ഈസ് ദ ആക്ടിവിറ്റി. വായിച്ച് മനസ്സിലാക്കുക എന്ന ആക്ടിവിറ്റിയിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആഫ്റ്റർ റീഡിംഗ് ദ പാസേജ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. പാസേജ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഓരോന്നിനും ഉത്തരം എഴുതണം. വാട്ട് ഡസ് എ കരിയർ ഇംപ്ലൈ ഇൻ ദ 21st സെഞ്ച്വറി? 21ാം നൂറ്റാണ്ടിലെ ഒരു കരിയർ എന്താണ് സൂചിപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻ 2. ബിഫോർ ദ സോ കോൾഡ് മോഡേണിസം വാട്ട് സോർട്ട് ഓഫ് ജോബ്സ് എക്സിസ്റ്റഡ്? ആധുനികത എന്ന് വിളിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് തരത്തിലുള്ള ജോലികൾ നിലവിൽ ഉണ്ടായിരുന്നു? അപ്പോൾ 21ാം നൂറ്റാണ്ടിൽ എന്താണ് കരിയർ എന്നത് വിളിക്കപ്പെടുന്നത് എന്തിനെയാണ്? ആധുനികത എന്ന് വിളിക്കപ്പെടുന്നതിന് മുമ്പ്, മൊത്തമായിട്ട് മോഡേണിസം എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഏത് തരത്തിലുള്ള വാട്ട് ടൈപ്പ് ഓഫ് ജോബ്സ് എക്സിസ്റ്റഡ്? ഏത് തരത്തിലുള്ള ജോലിയാണ് നിലനിന്നിരുന്നത്? ക്വസ്റ്റ്യൻ 3. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ കരിയർ കൗൺസിലേഴ്സ് ഓർ അഡ്വൈസേഴ്സ്? കരിയർ കൗൺസിലർമാരുടെയോ ഉപദേശകരുടെയോ പങ്ക് എന്താണ്? കരിയർ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ അഡ്വൈസേഴ്സിൻ്റെ റോൾ എന്താണ്? ലിസ്റ്റ് സം അതർ ഏരിയാസ് ഇൻ വിച്ച് കരിയർ കൗൺസിലേഴ്സ് വർക്ക്. കരിയർ കൗൺസിലർമാർ പ്രവർത്തിക്കുന്ന മറ്റ് ചില മേഖലകൾ പട്ടികപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 5. ബിസൈഡ്സ് കൗൺസിലേഴ്സ്, ഹു ആർ ദ അതർ പീപ്പിൾ ഹു ക്യാൻ ഹെൽപ്പ് യു വിത്ത് എ ജോബ്? കൗൺസിലർമാരെ കൂടാതെ ഒരു ജോലിയിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന മറ്റ് ആളുകൾ ആരാണ്? ക്വസ്റ്റ്യൻ 6. എ ക്രിയേറ്റീവ് അപ്രോച്ച് ടു എ ജോബ് ഇംപ്ലൈസ്. ഇതൊരു സൂചനയാണ്, ഹിൻ്റാണ്. ഇതിൻ്റെ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. ഒരു ജോലിയോടുള്ള ക്രിയാത്മക സമീപനം സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൗ ഡു യു പ്രിവെൻറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫ്രം റീച്ചിങ് കോൾഡ്? നിങ്ങളുടെ അപേക്ഷ കോൾഡിൽ എത്തുന്നതിൽ നിന്ന് എങ്ങനെ തടയാം? അപ്പം ഇത്രയും 7 ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പാസേജിൽ നിന്ന് ഈ 7 ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് ആദ്യം പാസേജ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം 7 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ച് നോട്ട്ബുക്കിലോ മറ്റോ എഴുതുക. അതിനുശേഷം നിങ്ങൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. നിങ്ങൾ എഴുതിയ ഉത്തരവും തന്നിരിക്കുന്ന PDF ഫയലിലെ ആൻസേഴ്സും സെയിം ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാലേ നിങ്ങൾക്കത് പരീക്ഷയ്ക്കും ഉപകാരം ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആൻസേഴ്സ്. ആൻസർ 1. It means a working existence or a job by which one earns one's living. Answer 2. Before the state of modernism, people would inherit or take up a single lifelong job. 3. They assess your interest, personality, values and skills and help you to explore career options. Answer 4. Career placement, career planning, learning strategies and student development. Answer 5. Consultants provide advice on the challenges of new jobs. Answer 6. A creative approach to job
implies taking the initiative and writing a small number of well-targeted applications, studying the business sections of a newspaper, studying new contacts, building up a network of contacts. Answer 7. Telephone the right person before you send the application. Clearly state your job interest. Explain why you have chosen to apply and show that you know about the job. Here is the translated version of all the 7 answers. ഒന്നാമത്തേതിൻ്റെ ഉത്തരം. കരിയർ അല്ലെങ്കിൽ ജോലി എന്നാൽ അർത്ഥം ജോലി ചെയ്യുന്ന അസ്തിത്വം അല്ലെങ്കിൽ ഒരാൾ ഉപജീവനം നേടുന്ന ജോലി എന്നാണ്. രണ്ടാമത്തേത്, ആധുനികത എന്ന അവസ്ഥയ്ക്ക് മുമ്പ്, മോഡേണിസം വരുന്നതിന് മുമ്പ് ജോലി എന്നാൽ എന്തായിരുന്നു? ആളുകൾക്ക് അവകാശം ലഭിക്കുകയോ അല്ലെങ്കിൽ ഒറ്റത്തവണ ഒരു ജോലി എടുത്താൽ ആജീവനാന്തം അതാണ് അവരുടെ ജോലി. ആ രീതിയിലായിരുന്നു ആധുനികതയ്ക്ക് മുമ്പ് വർക്ക് എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ. മൂന്നാമത്തേത്, അവർ നിങ്ങളുടെ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് എന്തൊക്കെ ചെയ്യും? അവർ നിങ്ങളുടെ താല്പര്യങ്ങൾ, വ്യക്തിത്വം, മൂല്യങ്ങൾ, കഴിവുകൾ എന്നിവ വിലയിരുത്തുകയും നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. നാലാമത്തേത്, അവർ മറ്റുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? കരിയർ ഓപ്ഷനുകൾ പര്യവേക്ഷണം ചെയ്യുക, കരിയർ പ്ലേസ്മെൻറ്റുകൾ നടത്തുക, കരിയർ പ്ലാനിങ്ങുകൾ, പഠന തന്ത്രങ്ങൾ, വിദ്യാർത്ഥി വികസനം, ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന മറ്റ് തലങ്ങൾ. അഞ്ചാമത്തതിൻ്റെ ഉത്തരം, പുതിയ ജോലികളുടെ വെല്ലുവിളികളെക്കുറിച്ച് കൺസൾട്ടൻറ്റുകൾ ഉപദേശം നൽകുന്നു. ആറാമത്തേത്, ജോലിയോടുള്ള ക്രിയാത്മകമായ സമീപനം മുൻകൈ എടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നന്നായി ടാർഗറ്റ് ചെയ്ത ആപ്ലിക്കേഷനുകളുടെ ഒരു ചെറിയ നമ്പർ എഴുതി വെച്ച് ഒരു പത്രത്തിൻ്റെ ബിസിനസ് വിഭാഗം പഠിക്കുക, പുതിയ കോൺടാക്റ്റുകൾ പഠിക്കുക, കോൺടാക്റ്റുകളുടെ ഒരു ശൃംഖല കെട്ടിപ്പടുക്കുക, ഇതൊക്കെ അതിൽ വരും. പിന്നെ ഏഴാമത്തതിൻ്റെ ഉത്തരം, ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പായി യഥാർത്ഥ വ്യക്തിയെ ഫോണിൽ വിളിച്ച് നിങ്ങൾ എന്തിനാ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ, അതുപോലെ ആ ജോലി നിങ്ങൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾക്ക് ആ ജോലിയെപ്പറ്റി എന്തൊക്കെ അറിയാമെന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക.